Okay, good afternoon. All of you mark the attendance. കേൾക്കുന്നില്ലേ മക്കളെ? Can you hear me? Yes. Yes. അപ്പൊ നമ്മള് ഏതാണ് ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്താ പറഞ്ഞേ? പാഠം 3 പൂമ്പാറ്റയോട് അല്ലെ, പൂമ്പാറ്റയോട് എന്ന പാഠഭാഗമായിരുന്നു നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് അല്ലെ. ഓക്കെ, എക്സാം ഒക്കെ നന്നായി എഴുതിയിട്ടുണ്ട് ചിലവര് അല്ലെ. എല്ലാ സബ്ജക്റ്റിനും ഫുൾ മാർക്ക് കിട്ടിയവരുണ്ടോ? കുറെ കുട്ടികളുണ്ട് ക്ലാസ്സില്. ആർക്കും ഇല്ലേ? കേൾക്കുന്നില്ലേ മക്കളെ? യെസ്, എറിക് ആന്റോണിയോ. നെക്സ്റ്റ് ആർക്കാ? വേറെ ആർക്കും ഇല്ല? എല്ലാ സബ്ജക്റ്റിനും ഫുൾ മാർക്ക് ഇല്ല അല്ലേ? ഓക്കെ, അപ്പൊ നല്ലപോലെ പഠിക്കുവാട്ടോ. എന്ത് പറ്റി ടോഷിൻ? ടോഷിന് എന്താ പ്രശ്നം? ഇല്ല മാറിയോ ടോഷൻ? കേൾക്കുന്നില്ലേ? ആർക്കും കേൾക്കുന്നില്ലേ മക്കളെ? കേൾക്കാം മിസ്, നന്നായിട്ട് കേൾക്കാം. ഓക്കെ, അപ്പൊ പൂമ്പാറ്റയോട് എന്ന പാഠഭാഗം ഒന്നുകൂടി ഞാൻ കാണാം. എല്ലാവരും ശ്രദ്ധിക്കുക. ഓൾ ഓഫ് യു ടേക്ക് യുവർ ടെക്സ്റ്റ് ബുക്ക്, പേജ് നമ്പർ 30. നമ്മൾ പറഞ്ഞതാണ്. ക്ലിയർ ആണോ? എല്ലാവർക്കും മനസ്സിലായോ ആ പാഠഭാഗം? യെസ്. അപ്പൊ എന്താ നമ്മൾ പഠിച്ചേ പൂമ്പാറ്റയോട് എന്നുള്ള പാഠത്തില്? ചിത്രപതംഗമേ നിന്നെ കണ്ടൻ ചിത്തം തുടിച്ചുയരുന്നു, വാർമഴ വില്ലിന്റെ സത്താൽ തന്നെ നാൻ മുഖൻ നിന്മയി ചമച്ചു, ആനന്ദത്തിന്റെ രസത്താൽ തന്നെ മാനസം തീർത്ഥത്തിൽ വച്ചു. പേജ് നമ്പർ 13. All of you listen, page number 13. 1-3. Okay, miss. Okay. എൻ മണിക്കുട്ടനു വാഴാനൊരു നൽമലത്തോട്ടവും നൽകി, ചെന്തളിർ ചൂടും ചെടികൾ പൂവാം പൊന്തളികൈക്കകം നീളെ, തേനമൃതം ചുമന്നിങ്ങും നിൽപ്പൂ ചേണിൽ നിൻ പൈതാകം മാറ്റാൻ, ഇമ്മട്ടിലമ്മമാർ നിന്നെ കനിഞ്ഞുമ്മ വച്ചൂട്ടാനിരിക്കെ, മറ്റെന്തു വേണം നിനക്കീ മഞ്ഞിൽ മുറ്റും നിൻ ഭാഗ്യമേ ഭാഗ്യം. അല്ലെ, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വിശദമായിട്ട്. എന്ത് ചിത്രപതംഗമേ? എന്ത് പറ്റി പ്രസന്റ് ഇടാൻ പറ്റാണ്ട്? ആരാധ്യക്കാണോ? ഓക്കെ ഓക്കെ, ആരാധ്യയുടെ പ്രസന്റ് ഞാൻ ഇടാം. അപ്പൊ എന്താണ് ചിത്രപതംഗമേ അല്ലയോ പൂമ്പാറ്റ? ചിത്രപതംഗം പൂമ്പാറ്റ അല്ലയോ ചിത്രപതംഗമേ പൂമ്പാറ്റേ. എന്താ കുട്ടി പറയുന്നത്? ആദ്യം തന്നെ നമ്മൾ പറഞ്ഞു കുട്ടി പൂമ്പാറ്റയോട് സംസാരിക്കുന്ന രീതിയിലാണ് ഈ കവിത എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ശലഭത്തിനോട് എന്താ പറയുന്നത്? നിന്നെ കാണുമ്പോൾ എന്റെ മനസ്സ് സന്തോഷം കൊണ്ട് തുടിക്കുന്നു. മഴവില്ലിന്റെ സത്ത്, സത്ത് ചാറ് എന്നാണ് അർത്ഥം. സത്ത് മഴവില്ലിന്റെ ചാറെടുത്താണ് പൂമ്പാറ്റയെ ബ്രഹ്മാവ് ഉണ്ടാക്കിയിരിക്കുന്നത്. നാൻമുഖൻ ബ്രഹ്മാവ്, 4 മുഖത്തോട് കൂടിയവൻ അല്ലെ എന്ന് കുട്ടി വിശ്വസിച്ചു. ആനന്ദമാകുന്ന രസത്താലാണ് പൂമ്പാറ്റകളുടെ മനസ്സിലുണ്ടാക്കി ആ ശരീരത്തിൽ വെച്ചിരിക്കുന്നത്. പിന്നെന്താ പറഞ്ഞത്? ബ്രഹ്മാവിന്റെ മനോഹര സൃഷ്ടിയായ ഈ മണിക്കുട്ടനെ വാഴാൻ നല്ലൊരു പൂന്തോട്ടവും സൃഷ്ടിച്ചു നൽകിയിരിക്കുന്നു. പിന്നെ പറയുന്നത് ചുവന്ന തളിർ ചൂടി നിൽക്കുന്ന ചെടികൾ പൂമ്പാറ്റകളുടെ വിശപ്പും ദാഹവും മാറ്റാനായി എന്ത് ചെയ്യുന്നു? പൊൻതളികയിൽ തേനാകുന്ന അമൃതും ചുമന്ന് നിൽക്കുന്നുണ്ട് അല്ലെ. പൂക്കളൊക്കെ പുഷ്പിച്ചു നിൽക്കുന്നുണ്ട്. ഇഷ്ടം പോലെ കേൾക്കുന്നില്ലേ? ഓക്കെ, ഞാൻ നല്ല വലുതായി പറയുന്നുണ്ടല്ലോ. ഓക്കെ, എല്ലാവർക്കും കേൾക്കാമോ?
ഓക്കെ, അമ്മമാരാകുന്ന ചെടികൾ നിൽക്കുമ്പോൾ ഓക്കെ, ഞാൻ മാക്സിമം പറയുന്നുണ്ട് മക്കളെ. മറ്റെന്താണ് വേണ്ടതെന്ന് കുട്ടി ചോദിക്കുന്നു. ഈ ഭൂമിയിൽ എല്ലാം നിന്റെ ഭാഗ്യം തന്നെയാണ്. പേജ് ഓൾ ഓഫ് യു ടേക്ക് പേജ് നമ്പർ 13, 13ാമത്തെ പേജ്. നമ്മൾ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന പാഠേതാ? പൂമ്പാറ്റയോട്. ഓക്കെ, പൂമ്പാറ്റ കണ്ടോ എല്ലാവരും? പേജ് നമ്പർ 13. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇതിന്റെ മീനിങ് നമ്മൾ പറഞ്ഞത് അല്ലേ? എന്താ ലാസ്റ്റ് പറയുന്നത്? ചിത്രശലഭത്തിനോട് കുട്ടി ഇതൊക്കെയാണ് പറയുന്നത്. എന്തൊക്കെ? നിനക്ക് മറ്റെന്താണ് വേണ്ടതെന്ന് കുട്ടി ചോദിക്കുന്നത് അല്ലെ? ഈ ഭൂമിയിൽ നിനക്ക് ലഭിക്കേണ്ടതെല്ലാം ലഭിക്കുന്നൊക്കെ നിന്റെ ഭാഗ്യം തന്നെയാണ് എന്ന് ചിത്രശലഭത്തിനോട് കുട്ടി പറയുന്നു അല്ലേ? നമ്മൾ പറഞ്ഞു. ഒന്നുകൂടി ഞാൻ ആ പാഠഭാഗം വായിക്കാം. ആരിലൊക്കെയോ കുറെ പേര് ഇപ്പോഴാണ് കയറിയത്. പേജ് നമ്പറൊക്കെ ചോദിച്ചു അല്ലെ? ഒന്നുകൂടി വായിക്കാം. ചിത്രപതംഗമേ നിന്നെ കണ്ടൻ ചിത്തം തുടിച്ചുയരുന്നു. ചിത്രപതംഗം അർത്ഥം പൂമ്പാറ്റ, ചിത്തം മനസ്സ്. വാർമഴവില്ലിന്റെ സത്താൽ തന്നെ നാൻമുഖൻ നിന്മൈ ചമച്ചു. വാർമഴവില്ല്, മഴവില്ല്, മഴവില്ലിന്റെ സത്ത്, സത്ത് വന്ന ചാറ് എന്നർത്ഥം. അപ്പൊ മഴവില്ലിന്റെ ചാറിനാലാണ് നിന്നെ ആര് തീർത്തത് എന്ന് കുട്ടി പറയുന്നു. നാൻമുഖൻ നിന്നെ സൃഷ്ടിച്ചെന്ന് കുട്ടി പറയുന്നു അല്ലേ? ചിത്രശലഭത്തിന്റെ. ഓക്കെ, നെക്സ്റ്റ് എന്താ പറഞ്ഞേ? ആനന്ദത്തിന്റെ രസത്താൽ തന്നെ മാനസം തീർത്തതിൽ വച്ചു. ആനന്ദം സന്തോഷം അല്ലേ? അപ്പൊ പൂമ്പാറ്റയെ ബ്രഹ്മാവ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് കുട്ടി പറഞ്ഞു. എന്ത്? മഴവില്ലിന്റെ സത്താലാണ്. നെറ്റിന്റെ എന്തെങ്കിലും കംപ്ലൈന്റ് ആയിരിക്കാം മക്കളെ അവിടുത്തെ. ഇവിടെ ഓക്കെയാണ്, നല്ല സൗണ്ട് വരുന്നുണ്ട് എന്റെ. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ആരും അൺമ്യൂട്ട് ആക്കാതെ ശ്രദ്ധിച്ചിരിക്കുക. നിങ്ങൾ എല്ലാവരും പരസ്പരം സംസാരിച്ചോണ്ടിരുന്നു കഴിഞ്ഞാ കേൾക്കുവോ? ഇല്ലല്ലോ. ഇവിടെ തന്നെ ശ്രദ്ധിച്ചിരിക്കുക. നമ്മൾ തുടങ്ങിയതേ ഉള്ളൂ ഫസ്റ്റ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ കേട്ടോ. നമ്മളൊക്കെ ഈ പാഠഭാഗം ഒന്ന് വായിച്ചു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത ഭാഗം തന്നെയാണ് മിസ് ഇപ്പോഴും വായിച്ചത്, പറഞ്ഞതും. ഇത് മുഴുവൻ ആ ക്ലാസ്സിൽ എടുത്തല്ലേ നവമി? ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളാണിത്. അപ്പൊ ഞാൻ ഒന്നുകൂടി വായിക്കാം കേട്ടോ. ചിത്രപതംഗമേ നിന്നെ കണ്ടൻ ചിത്തം തുടിച്ചുയരുന്നു. വാർമഴവില്ലിന്റെ സത്താൽ തന്നെ നാൻമുഖൻ നിന്മൈ ചമച്ചു. മെയ് ശരീരം. ആനന്ദത്തിന്റെ രസത്താൽ തന്നെ മാനസം തീർത്തതിൽ വച്ചു. മാനസം എന്താർത്ഥം? മനസ്സ്. മാനസം മനസ്സ്, ചിത്തം മനസ്സ്. ഇവിടെ രണ്ട് പദങ്ങള് നമ്മൾ മനസ്സ് എന്നതിൽ പഠിക്കുന്നുണ്ട് അല്ലെ? അർത്ഥം വരുന്നത്. ഓക്കെ, പിന്നെന്താ അടുത്തത്? അടുത്ത വരിയില് എൻ മണിക്കുട്ടനു വാഴാനൊരു നന്മലർത്തോട്ടം നൽകി അല്ലേ? ബ്രഹ്മാവിന്റെ, നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു, ബ്രഹ്മാവിന്റെ മനോഹര സൃഷ്ടിയായ ഈ മണിക്കുട്ടന് വാഴാൻ എന്ത് ചെയ്തു? നല്ലൊരു പൂന്തോട്ടം സൃഷ്ടിച്ചു നൽകി. പിന്നെന്താ പറഞ്ഞത്? ചെന്തളിർ ചൂടും ചെടികൾ പൂവാം പൊന്തളികകം നീളെ. ചെന്തളിർ ചുവന്ന തളിർ അല്ലേ? എന്താ പറഞ്ഞ? ചുവന്ന തളിർ ചൂടി നിൽക്കുന്ന ചെടികള് പൂമ്പാറ്റകളുടെ വിശപ്പുണ്ടാകവും മാറ്റും അല്ലേ? പിന്നെന്താ പറഞ്ഞേ? പൈതാഹം. അടുത്തതിൽ കണ്ടോ? തേനമൃതം ചുമന്നെങ്ങും നിൽപ്പൂ ചേനിൽ നിൻ പൈതാഹം മാറ്റാൻ. പൈതാഹം വിശപ്പും ദാഹവും അല്ലെ? വിശപ്പും ദാഹവും എന്നാണ് അർത്ഥം. അപ്പൊ ചുവന്ന തളിർ ചൂടി നിൽക്കുന്ന ചെടികൾ എന്ത് ചെയ്യുന്നേ? പൂമ്പാറ്റയുടെ വിശപ്പും ദാഹവും മാറ്റും അല്ലേ?
ഇങ്ങനെ എന്താണ് ഇമ്മട്ടിൽ അമ്മമാർ ഇമ്മട്ട് എന്താ അർത്ഥം ഇപ്രകാരം ഇപ്രകാരം ഇപ്രകാരത്തില് നിനക്ക് എന്ത് ചെയ്യുന്നേ നിന്നെ കനിഞ്ഞുമ്മ വച്ചൂട്ടാനിരിക്കാൻ ഊട്ടുക ഭക്ഷണം കഴിപ്പിക്കുക ഊട്ടുക ഭക്ഷണം കഴിപ്പിക്കുക ഇട്ടോ കനിഞ്ഞുമ്മ വച്ചൂട്ടാനിരിക്കെ മറ്റെന്തു വേണം നിനക്കീ മണ്ണിൽ മുറ്റുന്നിൻ ഭാഗ്യമേ ഭാഗ്യം ഇപ്രകാരം നിനക്ക് എന്ത് ഈ മണ്ണിൽ ഈ ഭൂമിയിൽ മണ്ണ് ഭൂമിയില് മറ്റെന്താണ് വേണ്ടത് അമ്മമാർ ചെടികളെയാണ് ഉദ്ദേശിക്കുന്നത് അമ്മമാരെന്ന് അപ്പൊ അമ്മമാർ ഇങ്ങനെ നിനക്ക് ഭക്ഷണം കൂട്ടാൻ കഴിപ്പിക്കാൻ വേണ്ടി ഇവിടെ നിൽക്കുന്നത് നിനക്ക് ഈനപ്പുറം എന്ത് ഭാഗ്യമാണ് വേണ്ടത് എന്നാണ് ചോദിക്കുന്നത് കുട്ടി ഓക്കെ അത്രയാണ് അതിൽ അർത്ഥം പറയുന്നത് അല്ലേ അപ്പോ ആ പാഠഭാഗം നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ് മക്കളെ ഇനി നമുക്ക് പദപരിചയം ശ്രദ്ധിച്ചേ കണ്ടോ നിങ്ങൾ പദപരിചയം ആക്ടിവിറ്റീസിൽ ഒന്നാമത്തത് കണ്ടെങ്കിൽ ഒന്ന് തമ്പ് കാണിച്ചേ മക്കളെ അതിൽ പദപരിചയത്തിൽ ഒന്നാമത്തത് ചിത്രപതംഗം എന്താ അർത്ഥം പൂമ്പാറ്റ പൂമ്പാറ്റ വെരി ഗുഡ് ഏത് ആരാ ചോദിച്ചേ ഹസ്നിയ എന്നാ വേണ്ട ഈ പാഠം ഒന്നുകൂടി എടുക്കണോ മിസ് ഇപ്പൊ എന്താ പൂമ്പാറ്റന്റെ പറഞ്ഞിട്ടില്ലേ ചിത്രപതംഗം എന്ന പദത്തിന് അർത്ഥം എന്താണ് പൂമ്പാറ്റ കണ്ടോ നിങ്ങളത് അതിനെ നിങ്ങൾ ഇത് നോട്ടിലേക്ക് പകർത്തി എഴുതേണ്ടതാണ് എന്ത് പദപരിചയം അതിൽ ഒന്നാമത്തത് ചിത്രപതംഗം അല്ലെ നമ്മൾ എന്ത് ചെയ്യണം പാഠം 3 പൂമ്പാറ്റയോട് എന്ന് ഹെഡിങ് എഴുതിയിട്ട് അതിലാണ് എഴുതേണ്ടത് നോട്ടിലേക്ക് എഴുതണോ നോട്ടിലേക്ക് എഴുതണം ഇന്ന് കേട്ടോ ഇപ്പോഴാണ് എനിക്ക് ക്ലാസ് കിട്ടിയത് വാട്സ്ആപ്പ് ഓപ്പൺ ആക്കാൻ പറ്റുന്നില്ല അത് നമ്മൾ തുടങ്ങിയതേ ഉള്ളൂ ആ പാഠഭാഗം ഒന്ന് വായിച്ചതേ ഉള്ളൂ നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചത് ഓക്കെ എന്റെ പദപരിചയാണ് ഫസ്റ്റ് വൺ അതില് ചിത്രപതംഗം എന്താ അർത്ഥം മക്കളെ പൂമ്പാറ്റ അത് നിങ്ങൾ നോട്ടിലേക്ക് എടുത്ത് എഴുതിയാൽ മതി പിന്നീട് കേട്ടോ നെക്സ്റ്റ് സത്ത് എന്താ അർത്ഥം സത്ത് ചാറ് നെക്സ്റ്റ് ചമയ്ക്കുക നിർമ്മിക്കുക ചമയ്ക്കുക നിർമ്മിക്കുക വാഴുക മക്കളെ ഇതൊക്കെ നമ്മുടെ ജീവിക്കുക എല്ലാരും ഒന്ന് മ്യൂട്ട് ചെയ്യണോ ഞാൻ മ്യൂട്ട് ചെയ്യണോ ഞാൻ കൊറേ സമയം മ്യൂട്ട് ചെയ്യാൻ കഴിയില്ല നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്തോട്ടെ എന്ന് വിചാരിച്ചേക്കുന്നത് എന്തെങ്കിലും ആവശ്യത്തിൽ നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്യാലോ എന്ന് കരുതിയിട്ട് ഓക്കെ അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കുക നമ്മളിപ്പോ പദപരിചയാണ് പറയുന്നത് പേജ് നമ്പർ 40 14ാമത്തെ പേജിലുള്ള പദപരിചയം അതിൽ ഒന്നാമത്തത് നമുക്കിത് പുറകിൽ നിഘണ്ടുവിൽ ഇല്ല അർത്ഥാണ് മിസ് പറയുന്നത് പക്ഷെ അത് ഓർഡറിലല്ല ഉള്ളത് അതിൽ വേറെ എവിടെയൊക്കെയാണ് ഉള്ളത് ചിത്രപതംഗം പൂമ്പാറ്റ സത്ത് ചാറ് ചമയ്ക്കുക നിർമ്മിക്കുക വാഴുക ജീവിക്കുക അപ്പൊ എന്ത് ചെയ്യണം നിങ്ങൾ പുറകു വശത്തെ നോക്കിയിട്ട് നിങ്ങൾ നോട്ടിലേക്ക് പകർത്തി എഴുതിയാൽ മതി പൈദാഹം വിശപ്പും ദാഹവും മണ്ണ് ഭൂമി ചിത്തം മനസ്സ് നാൻമുഖൻ ബ്രഹ്മാവ് മാനസം മനസ്സ് തളിക പരന്ന പാത്രം ഇമ്മട്ട് ഇപ്രകാരം മുറ്റും തികച്ചും തുടിക്കുക പിടയ്ക്കുക മെയ് ശരീരം മെയ്യ് എന്ന് പറഞ്ഞാൽ എന്താ ശരീരം
തീർക്കുക നിർമ്മിക്കുക, ചേണ് അഴക്, ചേണ് അഴക്, ഊട്ടുക ഭക്ഷണം കഴിപ്പിക്കുക. ഇത്രയും പദങ്ങളുണ്ട് പുതുതായിട്ട് നിങ്ങൾക്ക് പരിചയപ്പെടാനുള്ള പദങ്ങൾ. അപ്പൊ നിർബന്ധമായും മക്കൾ ഇത് എന്ത് ചെയ്യണം? പാഠം 3 പൂമ്പാറ്റയോട് എന്ന് എഴുതി നോട്ട്ബുക്കിലേക്ക് ഇത് പകർത്തി എഴുതണം. ഓക്കെ, ക്ലിയർ ആണോ ഇത്രയും? യെസ്. നെക്സ്റ്റ് രണ്ടാമത്തത് ഉത്തരം കണ്ടെത്താം. അതില് നിങ്ങൾ സ്വന്തമായിട്ട് എഴുതണ്ട, മിസ് എഴുതിയിട്ട് വാട്സപ്പിൽ സെൻഡ് ചെയ്ത് തരണം. ഒന്നാമത്തത് കുട്ടിയുടെ ചിത്തം, ഞാൻ ചോദിക്കുന്ന ആള് മാത്രം പറഞ്ഞാൽ മതി. കുട്ടിയുടെ ചിത്തം തുടിച്ചുയരുന്നത് എപ്പോൾ? കുട്ടിയുടെ ചിത്തം എന്ന് പറഞ്ഞാൽ മനസ്സ് എന്നാണ് അർത്ഥം. കുട്ടിയുടെ ചിത്തം തുടിച്ചുയരുന്നത് എപ്പോൾ? എപ്പോഴാണ് സാമുവലേ? സാമുവൽ ഷോൺ, എപ്പോഴാണ്? പൂമ്പാറ്റയെ കാണുമ്പോൾ. വെരി ഗുഡ്. ചിത്രപതംഗത്തിനെ കാണുമ്പോഴാണ് കുട്ടിയുടെ ചിത്തം തുടിച്ചുയരുന്നത്. അങ്ങനെയാണ് എഴുതേണ്ടത്. മിസ് എഴുതി സെൻഡ് ചെയ്യുക. നിങ്ങൾ ഒറ്റയ്ക്ക് എഴുതിയാൽ എല്ലാം തെറ്റിക്കും. നെക്സ്റ്റ് രണ്ടാമത്തത്, നാൻമുഖൻ പൂമ്പാറ്റയുടെ മെയ് ചമച്ചത് എന്തിനാലാണ്? നാൻമുഖൻ ബ്രഹ്മാവ് പൂമ്പാറ്റയുടെ മെയ് ചമച്ചത് എന്തിനാലാണ് എന്നാണ് ക്വസ്റ്റ്യൻ. സന മൻസൂർ, എന്താണ് ആൻസർ? സനക്കുട്ടി. വെരി ഗുഡ്, വെരി ഗുഡ്. വാർമഴ വില്ലിന്റെ സത്തിനാലാണ് എന്ത്? നാൻമുഖൻ പൂമ്പാറ്റയുടെ മെയ് ചമച്ചത്. വെരി ഗുഡ്. നെക്സ്റ്റ് മൂന്നാമത്തത്, ആനന്ദത്തിന്റെ രസത്താൽ തീർത്തതെന്ത്? അടുത്ത ക്വസ്റ്റ്യൻ. നിഹാര, എന്താ മോളെ അതിന്റെ ആൻസർ? നിഹാര, പ്ലീസ് അൺമ്യൂട്ട്. കേൾക്കുന്നില്ല മോള് പറയുന്നത് ഇവിടെ കേൾക്കുന്നില്ല. എല്ലാവർക്കും കേൾക്കുന്നുണ്ടോ? നോ 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 നോ, സൗണ്ട് ഇല്ലല്ലോ നിഹാര. അതിന്റെ മൈക്ക് നേരെ പിടിച്ചേ. ഓക്കെ, പറഞ്ഞു. എന്നാലും കറക്റ്റ്, ഇപ്പം പറഞ്ഞു, കേൾക്കുന്നുണ്ട്. പറ. ആനന്ദത്തിന്റെ രസത്താൽ തീർത്തതെന്ത്? എന്താണ് തീർത്തത്? ഇപ്പൊ സൗണ്ട് കേൾക്കുന്നുണ്ടായിരുന്നല്ലോ, ഇപ്പൊ ഇല്ലല്ലോ. കേൾക്കുന്നില്ല നിഹാര. നെക്സ്റ്റ് ജൂലിയറ്റ്, അതിന്റെ ആൻസർ പറഞ്ഞു. ജൂലിയറ്റ്, ജൂലിയറ്റ് ജോസ്, പ്ലീസ് അൺമ്യൂട്ട്. അൺമ്യൂട്ട് ചെയ്തു. പറഞ്ഞ ആൻസർ അറിയില്ലേ മോൾക്ക്? ഇല്ല. അടുത്ത ആളോട് ചോദിച്ചു നോക്കട്ടെ, പറഞ്ഞു തരാം. സിദ്ധാന്ത് കൃഷ്ണ, എന്താ മോനെ അതിന്റെ ആൻസർ? മൂന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആനന്ദത്തിന്റെ രസത്താൽ തീർത്തത് എന്ത്? എന്താ തീർത്തത്? ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞതാ ക്ലാസ് എടുക്കുമ്പോ? പല കുട്ടികളും പറയുന്നുണ്ട്. ഇവിടെ ശ്രദ്ധിക്കുന്നില്ലേ മക്കളെ നിങ്ങള്? ഞാനിങ്ങനെ വായി തുറന്ന് പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഇത് മനസ്സിലാവുന്നില്ലേ? ഓക്കെ, ഇനി അടുത്ത ആളോട് ചോദിച്ചു നോക്കട്ടെ. അലൻ മാത്യു, എന്താ മോനെ? മാനസം. ഓക്കെ, ആരുടെ മാനസം? പൂമ്പാറ്റയുടെ. വെരി ഗുഡ്. പൂമ്പാറ്റയുടെ മനസ്സാണ് ആനന്ദത്തിന്റെ രസത്താൽ തീർത്തത്. ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു, ആനന്ദത്തിന്റെ രസത്താലാണ് പൂമ്പാറ്റയുടെ മനസ്സ് തീർത്തത് എന്നാണ് കുട്ടി വിശ്വസിക്കുന്നത് എന്ന് പറഞ്ഞു അല്ലെ. നെക്സ്റ്റ് ഫോർത്ത് ക്വസ്റ്റ്യൻ. മണിക്കുട്ടന് വാഴാൻ നന്മലർത്തോട്ടം നൽകിയത് ആര്? ആരാണ്? മണിക്കുട്ടന് വസിക്കാൻ നന്മലർത്തോട്ടം നൽകിയത് ആര്? ആരാ ജോയലെ? ഇപ്പൊ പറഞ്ഞ ആൻസർ സിദ്ധാന്തിനും ജൂലിയറ്റിനും മനസ്സിലായില്ലേ? ജോയലെ, എന്താണ് അതിന്റെ ആൻസർ?
ഇത് എവിടെയാ ശ്രദ്ധിക്കുന്നത് മക്കളെ നിങ്ങള്? എന്താ കുറെ പേര് പറയാൻ റെഡിയായി നിൽക്കുകയാണ് ഇവിടെ. അറിയില്ല? ഓക്കെ, നെക്സ്റ്റ് നിദ ഫാത്തിമ. മണിക്കുട്ടന് വാഴാൻ നന്മലർത്തോട്ടം നൽകിയതാര്? അതന്നെ പറയാ. അൺമ്യൂട്ട് ചെയ്യും മോളെ, നീ അൺമ്യൂട്ട് ചെയ്തിട്ട് അതാണ്. പറ. ഞാൻ പ്രാവശ്യം ഞാൻ ബ്രഹ്മാവാണ് മണിക്കൂട്ട് നാൻമുഖൻ, അതായത് ബ്രഹ്മാവാണ് മണിക്കൂട്ടിന് കേൾക്കാൻ എന്ത് വാഴാൻ നന്മലർത്തോട്ടം നൽകിയത്. നെക്സ്റ്റ് 5ാമത്തെ ക്വസ്റ്റ്യൻ. പൂവാകുന്ന തളികയ്ക്കകത്ത് തേനും ചുവന്ന് ചെടികൾ നിൽക്കുന്നത് എന്തിനാണ്? ആർക്കറിയാം അതിന്റെ ആൻസർ? ആർക്കൊക്കെ അറിയാം? എന്താണ്? ബാക്കിയുള്ളവർക്കൊന്നും അറിയില്ല. എന്താ ആവണി മഹേഷ് എന്താണ്? പൂവാകുന്ന തളികയ്ക്കകത്ത് എന്താണ് പറഞ്ഞു? ക്വസ്റ്റ്യൻ ഒന്നും കൂടി വായിക്കുക. പൂവാകുന്ന തളികയ്ക്കകത്ത് തേനും ചുവന്ന ചെടികൾ നിൽക്കുന്നത് എന്തിനാണ്? അടുത്ത ആർക്കൊക്കെ അറിയാം? ഹസ്നാശരൻ പറഞ്ഞേ. പൈതാഹം മാറ്റാൻ. വെരി ഗുഡ്. പൂമ്പാറ്റയുടെ പൈതാഹം മാറ്റാനാണ് എന്ത് പൂവാവുന്ന തളികയ്ക്കകത്ത് തേനും ചുവന്ന ചെടികളും നിൽക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് 6ാമത്തെ ക്വസ്റ്റ്യൻ. കവിതയിൽ ചെടികളെ ആരായിട്ടാണ് കവി സങ്കല്പിച്ചിരിക്കുന്നത്? ആരായിട്ടാണ് ചെടികളെ? അതാരാ പറഞ്ഞതിന്റെ ആൻസർ? കവിതയിൽ ചെടികളെ ആരായിട്ടാണ് കവി സങ്കല്പിച്ചിരിക്കുന്നത്? ആർക്കറിയാം അതിന്? ആർക്കൊക്കെ അറിയാം അതിന്റെ ആൻസർ? ഒന്ന് നല്ല അറിയുന്നവരൊന്ന് കൈപൊക്കെ ധൈര്യത്തിന്. ആർക്കൊക്കെ അറിയാം അതിന്റെ ആൻസർ? കുറച്ച് പേർക്കേ അറിയൂ. എന്തുകൊണ്ടാ? മിസ് പറയുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ലേ? പാഠം പഠിപ്പിക്കുന്ന സമയത്ത് എന്താണ് അതിന്റെ ആൻസർ? ഇവിടെ നിഹാരക്ക് മാത്രമേ അറിയൂ. കവിതയിൽ ചെടികളെ ആരായിട്ടാണ് കവി സങ്കല്പിച്ചിരിക്കുന്നത്? നിഹാരക്കറിയാം, അലൻ മാത്യുവിനറിയാം. പിന്നെ ആർക്കറിയാം അതിന്റെ ആൻസർ? സന മൻസൂറിനറിയാം. പിന്നെ ആർക്കറിയാം? മുഹമ്മദ് ഷസീൻ. അടുത്തത് ഏഞ്ചൽ റോസ് ബെഞ്ചമിൻ. നെക്സ്റ്റ് ആർക്കറിയാം? ധൈര്യത്തിൽ ഒന്ന് കൈപൊക്കിയേ. ഹസ്ന ഷെറിനറിയാം. എറിക്ക് എന്ത് പറ്റി ഒന്നും അറിയില്ലേ? എറിക്കിന് എമി റോസിന് അറിയില്ലേ? നിദ ഫാത്തിമക്ക് അറിയില്ലേ? അലൻ പി സാംസൺ ഒന്ന് വീഡിയോ ഓൺ ചെയ്തേ. ആൻജോ ജോസഫ്, ആസിയ സഫയൊക്കെ അവിടെ വെറുതെ ഇരിക്കുകയാണ്. എന്താണ് അതിന്റെ ആൻസർ? നോക്കട്ടെ, ആരോടാ ചോദിക്കണ്ടേ? ഏഞ്ചൽ റോസ് ഒന്ന് പറഞ്ഞു കൊടുത്തേ. കിമ്മറ്റിൽ അമ്മമാർ. ഓക്കെ, കവിതയിൽ ചെടികളെ ആരായിട്ടാണ്? അമ്മമാരായിട്ടാണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. സിമ്പിൾ ക്വസ്റ്റ്യൻ. കവിതയിൽ ചെടികളെ ആരായിട്ടാണ് കവി സങ്കല്പിച്ചിരിക്കുന്നത്? അമ്മമാരായിട്ടാണ് സങ്കല്പിച്ചിരിക്കുന്നത്. ഓക്കെ, ഇത്രയാണ് ക്വസ്റ്റ്യൻ ആൻസർ. പാഠം എടുക്കുന്ന സമയത്ത് നല്ലതുപോലെ മക്കൾ ശ്രദ്ധിക്കണം കേട്ടോ. കൃത്യമായി ഞാൻ പലതവണ അത് പറയുന്നുണ്ട്, ഓരോ ക്വസ്റ്റ്യന്റെ ആൻസർ. ഓക്കെ, അപ്പൊ തേർഡ് ആക്ടിവിറ്റി, 3ാമത്തത് ശ്രദ്ധിച്ച എല്ലാവരും. സമാന പദം കണ്ടെത്താം. താഴെ നൽകിയ പദങ്ങൾക്ക് സമാനമായ 2 പദങ്ങൾ വീതം കളത്തിൽ നിന്നും കണ്ടെത്തി എഴുതാം. കൃത്യമായി ശ്രദ്ധിക്കണേ എല്ലാവരും. അപ്പൊ അതില് പതംഗം. എന്താ പതംഗം എന്ന് പറഞ്ഞ അർത്ഥം? ഏതാണ് അതില് തന്നിരിക്കുന്നതിൽ ഏതൊക്കെയുണ്ട്? ഗാത്രം, ശരീരം, പുഷ്പം, പൂമ്പാറ്റ, ശലഭം, പൂവ്. ഏതാണ് പതംഗത്തിന് യോജിച്ചത്? ഒന്ന് പറഞ്ഞേ, ആരൊക്കെയാ പറയുന്നത്? പതംഗത്തിന് യോജിച്ചേ എന്താ നവമി? പതംഗം പറഞ്ഞു. അതിലേതൊക്കെയാ മോളെ? പൂമ്പാറ്റ, ശലഭം.
ഓക്കെ, വെരി ഗുഡ്. പൂമ്പാറ്റ, ശലഭം. അപ്പൊ സമാന പദം കണ്ടെത്താന്നുള്ളതില് നിങ്ങൾ എങ്ങനെ എഴുതണം എന്നറിയോ? നോട്ടിലേക്ക് എഴുതുമ്പോ പതംഗം എഴുതുക, എന്നിട്ട് ചെറിയൊരു ഹൈഫൺ ഇടുക. സമാന പദം മേലെ എഴുതണം, എന്നിട്ട് പതംഗം എഴുതി ചെറിയൊരു ഹൈഫൺ ഇട്ടിട്ട് എന്തെഴുതണം? പൂമ്പാറ്റ, ശലഭം. ഓക്കെ, ഇനി അടുത്തത് മെയ്. മെയ് എന്നതിന് എന്തൊക്കെയാണ് സമാന പദം ഇതിൽ തന്നിരിക്കുന്നത്? ആർക്ക് പറയാൻ പറ്റും? എയ്മി. എന്താ എയ്മി റോസേ, അതിൽ ഏതാണ് അതിന് മാച്ച് ചെയ്യുന്നത്? എയ്മിക്കറിയില്ല അല്ലെ? നെക്സ്റ്റ് ആരാധ്യ പ്രജിത്ത്. ആരാധ്യ അൺമ്യൂട്ട് ചെയ്തോ? ശരീരം, ഓക്കെ, വെരി ഗുഡ്. ശരീരം, ഗാത്രം, അതാണ് മെയ് എന്നതിന്റെ അർത്ഥം. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യണം? രണ്ടാമത്തെ സമാന പദം എഴുതിയതിന് ഒന്ന് നമ്മൾ പതംഗം എഴുതി, രണ്ടാമത്തെ മെയ് എന്ന് എഴുതണം. നോട്ടിലേക്ക് പകർത്തി നിർബന്ധമായും എഴുതണം നിങ്ങൾ. മെയ്, ശരീരം, ഗാത്രം. നെക്സ്റ്റ് മലർ. മലർ എന്ന പദത്തിന് ഏതൊക്കെയാണ് മലറിന് ചേരുന്നത്? ഏതൊക്കെയാ അതില്? ബെനീറ്റ പറഞ്ഞോ. പൂവ്. പൂവ് ഒന്നുകൂടി ഉണ്ട്. പുഷ്പം. പൂവ്, പുഷ്പം. മലര് എന്നതിന് പൂവ്, പുഷ്പം. വെരി ഗുഡ്. ഓക്കെ, അപ്പൊ അതുകൂടി എഴുതണം. എങ്ങനെ? മലർന്ന് എഴുതിയത് നേരെ ഹൈഫൺ ഇട്ടിട്ട് പുഷ്പം, പൂവ്. അപ്പൊ മൂന്നെണ്ണം നമ്മൾ പഠിച്ചു. എന്തൊക്കെ? സമാന പദത്തില് സമാന പദം എഴുതുക, അണ്ടർലൈൻ ചെയ്യുക, എന്നിട്ട് പതംഗം, ശലഭം, പിന്നെന്താ പറഞ്ഞ? പൂമ്പാറ്റ. അടുത്തത് മെയ്, ശരീരം, ഗാത്രം, മലർ, പുഷ്പം, പൂവ്. ഓക്കെ, ഇത്രയാണ് എഴുതേണ്ടത്. നെക്സ്റ്റ് ഫോർത്ത് വൺ എന്താണ്? എതിർപദം കണ്ടെത്താം. അടുത്തടുത്ത് നൽകിയ രണ്ട് വാക്യങ്ങളിൽ നിന്ന് എതിരായി വരുന്ന വാക്കുകൾ കണ്ടെത്താം. എതിർപദങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? വിപരീത പദങ്ങൾ, ഓപ്പോസിറ്റ് വേർഡ്. ഇംഗ്ലീഷ് പറയുമ്പോൾ ഓപ്പോസിറ്റ് വേർഡ് കേട്ടോ, വിപരീത പദങ്ങൾ. കുട്ടി ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു, നിർഭാഗ്യം കൊണ്ട് സമയത്തിന് എത്താൻ കഴിഞ്ഞില്ല. അപ്പൊ ഭാഗ്യം എന്നതിന് ഓപ്പോസിറ്റ് വേർഡ് ഏതാ? എന്താണ് അലൻ പി സാംസൺ? ഭാഗ്യം. അലൻ പ്ലീസ് അൺമ്യൂട്ട്. പറഞ്ഞോ. ഭാഗ്യം എന്താ ഓപ്പോസിറ്റ് വേർഡ്? ഭാഗ്യം. മിസ്, ഞങ്ങൾക്ക് എല്ലാവർക്കും കോവിഡ് പോസിറ്റീവ് ആണ്. അതുകൊണ്ട് കേട്ടില്ലേ മോൻ? അപ്പം ടെക്സ്റ്റ് വാങ്ങിക്കാൻ വരാൻ പറ്റില്ല. ഓക്കെ, കുഴപ്പമില്ല. എക്സാം എഴുതിയോ? എഴുതിയല്ലേ? അപ്പൊ ഭാഗ്യം ഇതിൽ തന്നെ ഉണ്ട് കേട്ടോ. അതിന്റെ ഓപ്പോസിറ്റ് വേർഡ് കുട്ടി ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു, നിർഭാഗ്യം കൊണ്ട് സമയത്തിൽ എത്താൻ കഴിഞ്ഞില്ല. അപ്പൊ ഭാഗ്യം എന്നതിന്റെ ഓപ്പോസിറ്റ് വേർഡ് ഏതാ ജൂലിയറ്റ്? നിർഭാഗ്യം. ഭാഗ്യം, നിർഭാഗ്യം. നെക്സ്റ്റ്, അപ്പൊ നിങ്ങൾ എങ്ങനെയാ നോട്ടിൽ എഴുതേണ്ടത്? എതിർപദം എഴുതുക. അതിലൊന്ന് ഭാഗ്യം. എനിക്ക് എങ്ങനെ? ഇൻറ്റു മാർക്ക് ഇടണം. അതായത് ഇൻറ്റു ചിഹ്നം അറിയില്ലേ? ഗുണനം ചിഹ്നം. അതിട്ടിട്ട് എഴുതണം എന്ത്? നിർഭാഗ്യം. ഭാഗ്യം, നിർഭാഗ്യം. നെക്സ്റ്റ്, അദ്ദേഹം നാടിന് നന്മ ചെയ്യുന്ന ഒരാളായിരുന്നു, തിന്മ ചെയ്യുന്നത് പാപമാണ്. നന്മ. നന്മ എന്നതിന്റെ ഓപ്പോസിറ്റ് വേർഡ് ഏതാ സിദ്ധാന്ത്? നന്മ. നല്ലത്. നന്മ എന്നതിന്റെ ഓപ്പോസിറ്റ് വേർഡ് വിപരീത പദം. നന്മ നല്ലത് അർത്ഥം, മീനിങ് ആണ്. ഇനി ഓപ്പോസിറ്റ് വിപരീത പദം എന്താ? അറിയില്ല. നന്മയുടേത് എന്താ ഷെസിനെ? തിന്മ. വെരി ഗുഡ്. തിന്മ. നന്മ, തിന്മ. അപ്പോ നമ്മള് വിപരീത പദം എഴുതുവാന്ന് എഴുതിയിട്ട് ഒന്ന് ഭാഗ്യം, നിർഭാഗ്യം, നന്മ, തിന്മ. നോട്ടിലേക്ക് നിങ്ങൾ ഇതൊക്കെ എഴുതി വെക്കണം. ഓക്കെ. നെക്സ്റ്റ് അഞ്ചാമത്തത് എന്താണ് ആക്ടിവിറ്റി പറയുന്നത്? മാതൃക പോലെ മാറ്റി എഴുതാം. അതിൽ ഫസ്റ്റ് വൺ മാതൃക. നാൻമുഖൻ, നാലു മുഖമുള്ളവൻ അല്ലെ? നാലു മുഖമുള്ളവൻ ആരോ അവൻ. അതാണ് ആര്? നാൻമുഖൻ. ബഹുബ്രീഹി സമാസാണ്. നിങ്ങൾ സമാസം ഒന്നും പഠിച്ചിട്ടില്ല, പക്ഷെ അതാണ് അത് വരിക.
നാല് മുഖമുള്ളവൻ ആരോ അവൻ, അതാണ് നാൻമുഖൻ. എന്താർത്ഥം? ബ്രഹ്മാവ്. നാൻമുഖൻ ബ്രഹ്മാവാണ്. നെക്സ്റ്റ് ഏകദന്തൻ. കണ്ടോ നിങ്ങളെ? ഏകദന്തൻ കണ്ടോ? എന്താ ഏകദന്തൻ എന്ന് പറയുമ്പോൾ എങ്ങനെയാ പറയണ്ടേ സെൽന? എങ്ങനെയാ പറയുക? ഇപ്പൊ മിസ് പറഞ്ഞതുപോലെ, നാൻമുഖൻ ഉള്ളത് പറഞ്ഞതുപോലെ. എങ്ങനെയാ പറയുക? അറിയില്ല? സന കൈപൊക്കുന്നുണ്ട്, പറഞ്ഞോ സന. ഒരു പല്ലുള്ളവൻ. ദന്തം പല്ല്, ഏകദന്തമുള്ളവൻ അല്ലെ? ഏകദന്തമുള്ളവൻ ആരാ? അറിയോ ആർക്കെങ്കിലും? ഏകദന്തത്തോട് കൂടിയവൻ ആരോ അവൻ, അതാണ് ഏകദന്തൻ. ബഹുബ്രീഹി സമാസാണ്. സമാസം നിങ്ങൾ പഠിക്കും ഇനി കുറച്ച് അങ്ങോട്ടും പോകുമ്പോ. ഓക്കെ, അത് ഗണപതിയാണ് കേട്ടോ, ഗണപതി. അപ്പൊ എന്താ എഴുതേണ്ടത് നിങ്ങള്? ഏകദന്തമുള്ളവൻ ആര്? ബ്രാക്കറ്റിൽ എഴുതുക ഗണപതി. എഴുതാൻ അറിയോ? എഴുതാൻ അറിയുമോ? എഴുതരണോ? അപ്പൊ ഈ ബഹുബ്രീഹി സമാസം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ നിങ്ങൾക്ക്? വിഗ്രഹിക്കുമ്പോൾ അന്യപദത്തിന് എന്ത് പ്രാധാന്യമുള്ളവയാണ് ബഹുബ്രീഹി. വിഗ്രഹിക്കുമ്പോൾ എന്ത് ചെയ്യും? അന്യപദത്തിനാണ് പ്രാധാന്യം വരിക. അതിനാണ് ബഹുബ്രീഹി സമാസം എന്ന് പറയുന്നത്. അതാണ് ഇവിടെ അല്ലേ? ഏകദന്തത്തോട് കൂടിയവൻ ആരോ അവൻ, അവനാണ് ആര്? ഗണപതി. ഓക്കെ, അപ്പൊ നിങ്ങൾ എങ്ങനെ എഴുതണം അറിയോ? ഇവിടെ ഏകദന്തത്തോട് കൂടിയവൻ. ഇപ്പൊ ഇനി സമയമില്ല എഴുതരാൻ, നമ്മൾ അടുത്ത കാലത്ത് മിസ്സത് എഴുതിത്തരാം കേട്ടോ. അടുത്തത് മുക്കണ്ണൻ. മൂന്ന് കണ്ണോട് കൂടിയവൻ ആരോ അവൻ, ആരാ? ശിവൻ. തൃക്കണ്ണുള്ളവൻ, മൂന്ന് കണ്ണുള്ളവൻ. നെക്സ്റ്റ് ചതുർഭുജൻ, നാല് ഭുജങ്ങളോട് കൂടിയവൻ ആര്? വിഷ്ണു. നാല് ഭുജങ്ങളോട് കൂടിയവൻ ആരോ അവൻ, അതായത് വിഷ്ണു. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഒന്നുകൂടി പറയാം അല്ലെ? ഇപ്പൊ എഴുതി തരണമെങ്കിൽ ടൈമില്ല, നമുക്ക് 3 മിനിറ്റേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇനിയും ഉണ്ട് കുറച്ചുകൂടി നമുക്കതില്. ആകെ കുറച്ചേ ഉള്ളൂ ചേർത്ത് എഴുതാന്നുള്ളത് കൂടെ. അലൻ മാത്യു, എന്താണ് അലൻ? അപ്പൊ നിങ്ങൾ ഇത് നോട്ടിലേക്ക് ഇത്രയും മിസ് പറഞ്ഞ കാര്യങ്ങള് കൃത്യമായി നോട്ടിലേക്ക് എടുത്ത് എഴുതണം. ഓക്കെ അല്ലേ? എന്താണ് അലൻ? അലൻ മാത്യു നോട്ടിലേക്ക് എഴുതാൻ പറഞ്ഞ ഒന്നും കൂടെ പറയോ? പറഞ്ഞതാണോ? അത് അടുത്ത ക്ലാസ്സിൽ കേട്ടോ. നോട്ടിലേക്ക് നോട്ടിലേക്ക് ഏതൊക്കെയാ എഴുതണ്ടെന്നാ? ഒന്ന് പദപരിചയം, അർത്ഥം ടിക്കിട്ട് വെച്ചോ. പിന്നെ വരുന്നത് ഉത്തരം കണ്ടെത്തുക, മിസ് എഴുതി തരണ്ടേ, അതുകൊണ്ട് അത് ഞാൻ എഴുതി സെൻഡ് ചെയ്തേരാ. നെക്സ്റ്റ് സമാന പദം, രണ്ടാമത് എഴുതേണ്ട സമാന പദം. പതംഗം, മെയ്, മലം, അത് 3 എഴുതുക. നെക്സ്റ്റ് എതിർപദം ടിക്ക് ചെയ്ത് വെച്ചോ. ഭാഗ്യം, നിർഭാഗ്യം, നന്മ, തിന്മ. അത് കഴിഞ്ഞിട്ടാണ് അഞ്ചാമത്തെ എഴുതേണ്ടത് നാൻമുഖൻ. അത് ഞാൻ പറഞ്ഞു തരാം അടുത്ത ക്ലാസ്. പിന്നെ നമുക്ക് ചേർത്ത് എഴുതുകയും കൂടി ഉണ്ട്. ചെംപ്ലസ് മാനം, ചെമ്മാനം, അത് ചെംപ്ലസ് തളിർ, ചെന്തളിർ, ചെംപ്ലസ് കല്ല്, ചെങ്കല്ല്. അത് എഴുതി തരുമല്ലോ ചെയ്യാം. പിന്നെ നിങ്ങൾ തെറ്റ് എഴുതിയല്ലോ. ഓക്കെ, അപ്പൊ 1 മിനിറ്റേ ഉള്ളൂ കേട്ടോ. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക? പാഠഭാഗം നല്ലതുപോലെ വായിക്കുക. അപ്പൊ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് നല്ല വൃത്തി കിട്ടും. ഓക്കെ, ബൈ. See you. Bye. Bye. Okay. Bye.